ഹായ്. ആ എന്താ രണ്ടാളും പോകുന്നില്ലേ? ആ പോവാണ്. ഉം. എടാ ഫഹദേ, ഉം? ഇവക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അവക്ക് നേരിട്ട് പറയാൻ മടിയാ, അതുകൊണ്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. നീ ഇത് വായിച്ചിട്ട് നാളെ തന്നെ മറുപടി കൊടുക്കണം. എടി അവിടെ സെറ്റാക്കുന്നുണ്ട്, നോക്കണ്ട. പോരെ പോരെ. മോനെ, ഡാ ഫഹദേ, പ്രിയപ്പെട്ട ഫഹദ്, ഒരുപാട് കാലമായി നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പഠിക്കാനൊന്നും ഒരു മൂഡില്ലടാ. ഞാനിപ്പോൾ സ്കൂളിലേക്ക് വരുന്ന തന്നെ നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ്. മറക്കാൻ കഴിയില്ല. നിന്റെ മറുപടിക്കായി കാത്തുകൊണ്ട് റോഷ്ന. ഫഹദേ, ഫഹദേ, ഡാ ഉം. ഫുഡ് കഴിക്കാൻ വാ. വാ. ഭാഗ്യം മമ്മ കണ്ടില്ല. ഉമ്മ കഴിച്ചോ? ഇല്ല, ഉപ്പയൊക്കെയുടെ? പപ്പ വായനയില്ല. ഇക്ക വന്നിട്ടില്ല. എന്താ പതിവില്ലാതൊരു അന്വേഷണം? ഒന്നുമില്ല, വെറുതെ ചോദിച്ചാ. ഉം. മമ്മി എന്താ നോക്കണേ? ഏയ് ഒന്നുമില്ല, വെറുതെ. ഉം. ഈ റോഷ്ന ആളെങ്ങനെ ഉം. കാണാനൊക്കെ? മമ്മ അല്ല, പറ. കണ്ടല്ലേ, ഉം. ആരാ അത്? എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. ഞാനല്ല, ഇങ്ങോട്ടൊന്ന് മുട്ടിയതാ. ഉം. നീയും 10, അവളും 10. അടുത്ത മാസം SLC പരീക്ഷ. പ്രേമിക്കാനും കല്യാണം കഴിക്കാനും പറ്റിയ സമയം. അല്ല, ഇനി എന്താ പരിപാടി? നമുക്കിത് ഉറപ്പിച്ചാലോ? ഏയ് വേണ്ട വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പറയുന്നിട്ടില്ല. അതൊന്നും ഒരു പ്രശ്നമല്ല. എന്തായാലും പപ്പയോട് കൂടി ഒന്ന് ആലോചിക്കാം. വാ. മാം വേണ്ട വേണ്ട, പപ്പടൊന്നും പറയല്ലേ പ്ലീസ്. ആ വഴിക്ക് ഞാൻ പോവേ ഇല്ല. പറയല്ലോ മമ്മി, എന്നെ കൊല്ലും പപ്പ. പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. ഉം. കാലൊന്നും പിടിക്കണ്ട. നീ ഭക്ഷണം കഴിക്ക്. പപ്പയോട് പറയില്ലെന്ന് പറയാം. ഇല്ല, നീ കഴിക്ക്. സത്യം? ഉം. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. ഈ പ്രായത്തില് ഓരോ ആണിനും പെണ്ണിനും തോന്നുന്ന വികാരമാണ് പ്രണയം. മനുഷ്യനാണെങ്കിൽ പ്രണയം തോന്നണം. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയോടോ പെൺകുട്ടിക്ക് ആൺകുട്ടിയോടോ പ്രേമം തോന്നിയാൽ മനസ്സ് സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പോവും. അപ്പോ യാഥാർത്ഥ്യങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. പിന്നെ ലഹരി പിടിച്ചൊരു സങ്കല്പ ലോകത്തിലായിരിക്കും. പഠിക്കാൻ താല്പര്യം കുറയും, ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, എത്ര നേരം വേണമെങ്കിലും ഉറക്കമൊഴിക്കും, ബന്ധങ്ങളിൽ നിന്ന് അകലും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാ മോനെ. എനിക്ക് നിന്നെ വിശ്വാസമാണ്. എനിക്ക് മാത്രമല്ല, നിന്റെ ടീച്ചേഴ്സിനും. അവരൊക്കെ നിന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷയില്ല. നിന്റെ അമ്മയ്ക്കും പപ്പയ്ക്കും അത് മതി ഒരുപാട് സന്തോഷിക്കാൻ, സമാധാനിക്കാൻ. അതുകൊണ്ട് ഈ 2 മാസം പരീക്ഷയല്ലാതെ മറ്റൊന്നിനും മനസ്സ് കൊടുക്കരുത്. അല്ലെങ്കിൽ നിന്റെ ജീവിതം തുലഞ്ഞു പോവും. കാര്യാക്കണ്ട.
എൻ്റെ അമ്മയല്ലേ, അമ്മയ്ക്ക് ഫീലായോ? ഉമ്മ ചോറ്. ദാ വരുന്ന്. പോട്ടെ. ആകെ ചളി.